ചീര നട്ട് പിറ്റേ ദിവസം മുളപ്പിക്കുന്ന വിദ്യയാണെന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ മുളപ്പിച്ച ചീരയാണ്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞപ്പോൾ ഇവിടേക്കൊന്നും തികഞ്ഞില്ല ചീര. അത് കാരണം ഒരു ഹോള് ഞാൻ ഇങ്ങനെ വിട്ടു, ബാക്കി ഉള്ളിടത്താണ് വിട്ടത്. അപ്പോൾ ഇത് എളുപ്പം നമുക്ക് ചെയ്യാവുന്നൊരു പണിയുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ചീര വിത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോകണം, അത് വിഷയമല്ല, ആ വിഷയമല്ല ഞാൻ പറഞ്ഞ്. ഒരു 3-4 ദിവസമെങ്കിലും കാത്തിരിക്കണം മുളയ്ക്കണമെങ്കിൽ. 4-5 ദിവസം വേണ്ടി വരും മുളയ്ക്കാൻ. ഇത് പിറ്റേ ദിവസം തന്നെ മുളപ്പിച്ചെടുക്കാം. അതിനുള്ളൊരു വിദ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റും. ആ വിദ്യയിലേക്ക് പോകും മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചീരയാണ് ഏറ്റവും ആവശ്യം. കാരണം എല്ലാ ദിവസവും ചീരക്കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ തോരൻ ആയിട്ട് വേറെ ഒന്നും അന്വേഷിക്കേണ്ട. ചീര തോരൻ ഏറ്റവും നല്ലതാണ്, ഫൈബർ അടങ്ങിയതാണ്. ചീരയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയാതെ. അപ്പോൾ ചീര ദിവസവും നമുക്ക് ഉണ്ടാകും. 365 ദിവസം ചീര പറിക്കാം. അതിനുള്ള വിദ്യകളൊക്കെ ഉണ്ട്, വളവും അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കുമൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ മുളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചീര വിത്ത് ആണിത്. ഇതിൽ പൊടിയൊക്കെ കിടക്കുന്നത് ഞാൻ കൃഷി ചെയ്തപ്പോൾ വിത്തിന് വേണ്ടി നിർത്തി അതിൽ നിന്ന് വിത്തെടുത്ത് വച്ചിരിക്കുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അതാണ് അതിൻ്റെ ഇത് പൊടിയൊക്കെ കിടക്കുന്നത്. ചീര വിത്ത് നമുക്കിവിടെ ഇത് കെട്ടിവെക്കാം. ഇത് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടരുത്, ചിലപ്പോൾ ഇത് വികസിച്ച് വരാനുള്ളതാണ്. അപ്പോൾ ലൂസായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുക. അതാണ് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടാനുള്ള കാരണം. ഒരു 5 ഗ്രാം സൂഡോമോണസ് എടുക്കും, ഇത്രയും മതി. ഒരു 4 മണിക്കൂർ ഇത് മുക്കി വയ്ക്കണം, അവിടെ ഇരിക്കട്ടെ. അത് ഞാൻ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഇത് ചെയ്യുന്നത്. ഇനി ഞാനിത് 8 മണി ആകുമ്പോൾ എടുത്തിട്ട് അത് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കും. വെള്ളം വലിഞ്ഞിട്ട് മാറ്റി വയ്ക്കും. പിന്നെ രാവിലെയാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ ഒരു രാത്രി 8 മണിയായിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വയ്ക്കാം. ഇനി ഇത് രാവിലെ ആണ് എടുക്കാവൂ, നാളെ രാവിലെ എടുക്കാവൂ. അതുവരെ നമുക്കിത് എവിടെയെങ്കിലും ഇങ്ങനെ വയ്ക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് പാകാനുള്ള പാത്രം എടുക്കാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ചകിരിച്ചോറ് എടുത്തിടാം. എല്ലാത്തിനും തന്നെ മണ്ണും വേണം. എത്ര ചകിരിച്ചോറ് എടുത്തോ അത്രയും മണ്ണും ഇതിൽ ചേർക്കണം. ഈ മിക്സ് ചെയ്ത് കുറച്ച് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കഴിയുമ്പോൾ എവിടെയൊക്കെ ഏത് കുടി ഹോളിലാണ് കുറവുള്ളത് എന്ന് മനസ്സിലാവും. അപ്പോൾ കുറവുള്ളടുത്ത് തന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് എല്ലാ ഹോളും ഒന്ന് അമർത്തണം. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ചീര വിത്തിടേണ്ടത്. അതിനൊരു എളുപ്പ വിദ്യയുണ്ട്. ഇത് കറക്റ്റ് ഇതിൻ്റെ അളവ് നോക്കിയിട്ട് പതുക്കെ ഒന്ന് അമർത്തിയാൽ മതി. ഇപ്പോൾ ഇവിടെ എല്ലാത്തിലും ചെറിയ കുഴി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിത്ത് അതിലേക്ക് ഇടാം. ഇപ്പോൾ വിത്ത് ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഇതിങ്ങനെ നമുക്കിതിങ്ങനെ ഇട്ടിട്ടിട്ട് പോവാം.
ഇപ്പോൾ എല്ലാത്തിലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി ഇടണം. ചകിരിച്ചോറ് ഇട്ടാൽ മതി. അപ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ നല്ല ഈർപ്പം കിട്ടും. ഇന്ന് രാവിലെ ഇട്ടതല്ലേ, ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും നാളത്തെ ദിവസം ഇത് നന്നായിട്ട് മുളച്ചിരിക്കും. പറയാൻ കാരണം ഞാൻ അങ്ങനെ മുളപ്പിച്ചതാണ് ഇപ്പോൾ നിങ്ങളെ ഈ കാണിച്ചു തന്നത്. ഇനി സ്പ്രേയറിൽ വെള്ളം എടുത്തിട്ട് പതുക്കെ ഫോഴ്സ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് വിടാൻ പാകത്തിന് സ്പ്രേയിൽ വെള്ളം എടുത്ത് നനച്ചാൽ മതി. തണലത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സഹായം വേണം. തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.